ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൈനസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വണ്ടി സ്റ്റോക്കിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണ് എന്നുള്ളത്. ബാംഗ്ലൂർ നല്ല ചൂടാണ്, അതുകൊണ്ടൊരു മരത്തിൻ്റെ തണൽ നോക്കി പിടിച്ചിരിക്കാൻ രാവിലെ സമയം 10 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ ചൂട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പറമ്പിൽ ഷൂട്ട് ചെയ്യാണ്ട് ഈ ഒരു മരത്തണൽ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു തണൽ കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഈ വണ്ടിയിൽ നിങ്ങൾ ആദ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാർസാണ്. ഇതിൻ്റെ ഓണർ ഈ വണ്ടിയിൽ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ് ചെയ്തിരിക്കുന്നത്. R15 ഹാൻഡിൽ ബാറാണ് ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. മിറേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ മിററിന് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. ജാവ 42 മിറേഴ്സാണ്. R15 ഹാൻഡിൽ ബാർ കൂടാതെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ട്രാവലും കൂടി പുള്ളി കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലത്തെ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്ക് ഈ വണ്ടി ഓടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊരു 20 കിലോമീറ്റർ സംതിങ് ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. ആ 20 കിലോമീറ്ററിൽ തന്നെ എനിക്ക് കഴുത്തും ബാക്കൊക്കെ നല്ല വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണല്ലോ. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ഒരിക്കലും എൻ്റെ ഒരു പ്രിഫറൻസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ എനിക്കൊരു R15 ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടി 2 കൊല്ലം യൂസ് ചെയ്തത്, അത് ഞാൻ കൊടുത്തു കളഞ്ഞു. അടുത്തൊരു മോഡിഫിക്കേഷനാണ് ഈ റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ്. അത് സ്റ്റോക്കിൽ നിന്നും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എനിക്ക് വണ്ടി ഇത്രയും ദൂരം ഓടിച്ചിട്ട് തോന്നിയായിരുന്നു വ്യത്യാസമുണ്ട് എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഇതിൽ BMCയുടെ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്ററും പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ ഭാഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പുള്ളി പവർട്രോണിക്സിൻ്റെ ഒരു ECU ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാപ്പിംഗ് സ്വിച്ചാണ് ഈ കാണുന്നത്. പവർട്രോണിക്സിൻ്റെ ECU കൂടാതെ ഫ്യൂലെക്സ് പ്രോ ഉണ്ടായിരുന്നു. അത് പുള്ളി ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആക്കിയപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിൻ്റെ സ്വിച്ച് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുള്ളി ഇത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സ്വിച്ചുകൾ കാണുന്നുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. HJGയുടെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ്സാണ് വെച്ചിരിക്കുന്നത്. ആ ഹെഡ് ലാമ്പിൽ സ്റ്റോക്ക് പാസ് ലൈറ്റ് സ്വിച്ചും ഹൈ ബീം സ്വിച്ചും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു എക്സ്ട്രാ സ്വിച്ച് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ്സ് കൂടാതെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പ്സ് കൂടി പുള്ളി ചെയ്തിട്ടുണ്ട്. മാഡ് ഡോഗിൻ്റെ സ്കൗട്ട് എക്സ് എന്ന മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ബ്രേക്ക് പാഡ്സ് പുള്ളി മാറിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. അതിൻ്റെ ബ്രെംബോയുടെ ബ്രേക്ക് പാഡ്സ് ആണ് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീൽസിലേക്ക് നോക്കുമ്പോൾ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് ഒരു വീൽ കവറും പുള്ളി ചെയ്തിട്ടുണ്ട്. സീറ്റ്സിലേക്ക് വരുമ്പോൾ ഹോണ്ടയിൽ നിന്ന് തന്നെ ചെയ്തൊരു സിംഗിൾ സീറ്റും അതിൻ്റെ ഒരു കവറും കൂടിയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഹൈനസിൻ്റെ സീറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ബിഗ് വിങ് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറാവുന്നതാണ്. റെഡ് റൂസ്റ്റർ എക്സോസ്റ്റിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. അങ്ങനെ മാരക ലൗഡെന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണ കാണാറുള്ള ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വെറുപ്പിക്കുന്ന ഒച്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ DB കില്ലർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. DB കില്ലർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടി സൗണ്ട് ഒന്ന് കുറവായിരിക്കും മാത്രം. ഇതിൻ്റെ ഓണർ ടയേഴ്സ് ഒന്നും മാറിയിട്ടില്ല. പുള്ളി ടയേഴ്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പുള്ളിക്കും ഈ വോബ്ലിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ നിയർലി ഒരു 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. 13,000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ഈ ഹൈനസ് അറിയപ്പെടുന്നത് GV350 എന്നാണ്. അവിടെ കുറേ ആൾക്കാരുണ്ട് ഇതേപോലെ നല്ല ഭംഗിയിൽ പണിഞ്ഞ് കുട്ടപ്പനായി കൊണ്ട് നടക്കുന്ന വണ്ടികൾ. അവിടുത്തെ റോഡ്സൊന്നും പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ അത്ര മോശമല്ലല്ലോ. എന്തൊക്കെ ഹൈറ്റ് കുറച്ചാലും മോഡ്സ് ചെയ്താലും നമുക്ക് സമാധാനത്തിൽ കൊണ്ടു നടക്കാം. ഇവിടുത്തെ സിറ്റുവേഷൻ അതല്ലല്ലോ. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഹൈറ്റ് കുറച്ചപ്പോൾ ഒബ്വിയസ്ലി വണ്ടി ഫ്രണ്ടൊന്നും താന്നിട്ടുണ്ട്. കുറേ കൂടി ഈസിലി എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വണ്ടിയിൽ. പക്ഷേ ഒരു മേജർ ഡ്രോബാക്ക് എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്നതാണ്. എന്താ കണ്ടോ, ഇത്രയും ഫ്രണ്ടിലോട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഒന്ന് R15 ഹാൻഡിൽ ബാർ വെച്ചിട്ടുണ്ട്. 2 പുള്ളി സസ്പെൻഷൻ ട്രാവൽ ഒന്നുകൂടെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്ട്രെയിറ്റ് റോഡ്സിലൂടെ മാത്രമാണ് പോകുന്നത്. റോഡ്സൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെസ്സൊന്നും നമുക്ക് വരാനില്ല. പക്ഷേ ഈ കുണ്ടും കുഴിയും ബഹളമൊക്കെ ആയി കഴിയുമ്പോൾ വലിയ സുഖമില്ല ഇത് ഓടിച്ച് കിടക്കാനായിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ കുറേ വണ്ടികളിപ്പോൾ കാണുന്നുണ്ട് കെഫെ റേസർ മോഡലിലേക്ക് മാറ്റുന്നത്. അതായത് ഈ ഹാൻഡിൽ ബാർ എടുത്ത് മാറ്റി R15 ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസൊക്കെ ചെയ്ത് വിഷ്വലി കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി വൈഡ് ഹാൻഡിൽ ബാർസാണ് ഇഷ്ടം. കാരണം ഞാൻ കൂടുതലും ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കാലമായിട്ട് വൈഡ് ഹാൻഡിൽ ബാർസിനോടാണ് ഒരു താല്പര്യം കൂടുതൽ. ഇത് പവർട്രോണിക്സ് ECUവിൻ്റെ 2 മാപ്പിംഗ് ഉണ്ട്. ഫസ്റ്റ് കാണുന്നത് സ്റ്റോക്ക് മാപ്പാണ്, സെക്കൻഡാണ് ട്യൂൺ മാപ്പ്. കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസിൽ ഇങ്ങനെ ഇരുന്നും പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് റോഡിൻ്റെ കണ്ടീഷൻ കാരണം വണ്ടി തുറന്ന് അങ്ങോട്ട് ഓടിക്കാനുള്ള ഒരു ധൈര്യം വരുന്നില്ല സത്യം പറഞ്ഞാൽ. അല്ല, തേർഡ് ഗിയറിലൊക്കെ ചുമ്മാ പെട്ടെന്ന് 100ലേക്ക് എത്തുന്നുണ്ട്. നമുക്കൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടല്ലോ, പെർഫോമൻസ് എക്സോസ്റ്റ് ചെയ്താൽ, പെർഫോമൻസ് ഫിൽട്ടർ ചെയ്താൽ, ECU അപ്ഗ്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നശിഞ്ഞു പോകുമെന്നുള്ളത്. ഈ വണ്ടിയിൽ ഇത് ചെയ്തിട്ട് ബേസിക്കലി ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു. പുള്ളിയുടെ ഡെയിലി കമ്പ്യൂട്ടറാണ് ഈ വണ്ടി. എന്നിട്ട് വണ്ടിക്ക് യാതൊരു പ്രശ്നമല്ല. സ്മൂത്ത്നെസ്സിനോ റൈഡിങ് ക്വാളിറ്റിക്കോ ഒന്നും ഒരു കുറവും സംഭവിച്ചിട്ടാന്നുള്ളത് എടുത്ത് തന്നെ പറയണം. എനിക്ക് ആ വോബ്ലിങ്ങിൻ്റെ ഇഷ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. 80 ഒക്കെ കഴിയണം. അതാ കണ്ടോ, ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആവുമ്പോൾ അവൻ ജസ്റ്റ് ഒരു കൈ എടുക്കുമ്പോഴേക്കും ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല ഹോണ്ട?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും നല്ലൊരു വണ്ടി ഇരിക്കും ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് റെക്ടിഫൈ ചെയ്യുന്നില്ല? ഇപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. വാറണ്ടിയിൽ നിങ്ങൾ പോയിട്ട് MRFൽ പോയി ടയർ ഇഷ്യൂ ആണെന്നോ ടയർ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടയർ റീപ്ലേസ് ചെയ്ത് തരുമായിരിക്കും. പക്ഷേ വീണ്ടും ഒരു 1500 2000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ വോബ്ലിംഗ് വന്നു തുടങ്ങുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഡ്വൈസ് വുഡ് ബി ഗെറ്റ് റെഡ് ഓഫ് ദി MRF. ശരിയാണ്, നമുക്കൊരു നഷ്ടമാണ് ആ ചെയ്യുന്നതിൽ. പക്ഷേ ഒരു റൈഡിങ് ക്വാളിറ്റിയും കോംപ്രമൈസ് ആവുകയാണ് ഈ വോബ്ലിംഗ് കാരണം. ഞാനതുകൊണ്ടാണ് എൻ്റെ ടയർ ആദ്യമേ തന്നെ മാറിയത്. എനിക്കും 2000 കിലോമീറ്റേഴ്സ് തന്നെയാണ് ഈ വോബ്ലിംഗ് ഇഷ്യൂ വന്നത്. ടിംസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടയർ മാറിയിടുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 years കഴിഞ്ഞു. ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസിൻ്റെ ചെറിയൊരു പ്രശ്നം ഇതാണ്, കണ്ടോ? ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്. തുഴഞ്ഞു പോകുന്ന ട്രാഫിക്കിൽ ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസിൽ വലിയ സുഖമില്ല. എനിക്ക് തന്നെ ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഓടിച്ചിട്ട് എനിക്ക് എൻ്റെ ബാക്കും കഴുത്തുമാണ് വേദനെടുക്കുന്നത്. അത് പ്രോബ്ലം ചിലപ്പോൾ എൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ ഓണർ നിയർലി 6 feet അങ്ങനെ ടോളാണ്. പുള്ളിക്ക് അത്ര പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. ഒരു ഓപ്പൺ റോഡിൽ ഓടിച്ചിടക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ട്രാഫിക്കിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കുത്തിക്കറിക്കൊണ്ട് പോകാം, അതും ഈ സ്പോർട്ടി റൈഡിങ് പോസ്റ്റുള്ള ബൈക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ. ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പെട്രോൾ അടിച്ചെന്ന ചേട്ടൻ ചോദിച്ചത് തന്നെയാണ്. കുനിഞ്ഞ് കിടന്ന് ഇന്ന് വേദന എടുക്കൂല എന്നാണ് പുള്ളിയും ചോദിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഹെവിലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഹോണ്ട CB350 ഹൈനസിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. ഈ കണ്ട മോഡിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡിഫിക്കേഷൻസ് ഏതാണ്, ഇഷ്ടപ്പെടാഞ്ഞത് ഏതാണെന്ന് താഴെ കമൻസിൽ അറിയിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പവർട്രോണിക്സിൻ്റെ ECU ആണ്, പിന്നെ റെഡ് റൂസറിൻ്റെ എക്സോസ്റ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.